നോക്കൂ ശ്രീ എം.എസ്. വേണുഗോപാൽ, ഏറ്റവും കുറവ് വോട്ടർമാർ പുറത്തായ രണ്ടാം ഘട്ട SIR നടന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ഏതാണ്ട് 3.22% പേർ പുറത്തായ സാഹചര്യം മാത്രമാണ് കേരളത്തെ സംബന്ധിച്ച് ഇപ്പോഴുള്ളത്. അത് നമുക്ക് ആലോചിച്ചാൽ മരണപ്പെട്ട് പുറത്തുപോയവർ, താമസം, പല രീതിയിൽ ഒഴിവാക്കപ്പെടുന്ന മനുഷ്യരാകാം, അതിനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് നമുക്ക് തോന്നും. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ നോക്കിയാൽ ഛത്തീസ്ഗഡിൽ 11.7%, ഗോവയിൽ 10.76%, മധ്യപ്രദേശിൽ 5.96%, രാജസ്ഥാനിൽ 5.74%, ആൻഡമാനിൽ 16.87%. ഗുജറാത്താണ് ഏറ്റവും കൂടുതൽ വോട്ടർമാർ പുറത്തുപോയ സംസ്ഥാനം എന്നതും കൂടി നമ്മൾ കാണണം. അവിടെ ഏതാണ്ട് 13%-ഓളം പേർ പുറത്തു പോകുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ പൊതുവെ രാഷ്ട്രീയ പാർട്ടികൾ നല്ല ജാഗ്രത ഈ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് കാണിച്ചിട്ടുണ്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിലും എന്ന് വേണമോ മനസ്സിലാക്കാൻ. അപ്പോഴും ഈ തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ചും തെക്കൻ കേരളവും വടക്കൻ കേരളവുമായി വന്നിട്ടുള്ള ഈ വലിയ രീതിയിലുള്ള വോട്ടിലെ വൈരുദ്ധ്യം എന്ന് പറയുന്നത് സംശയം ജനിപ്പിക്കുന്നതാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പായിട്ട് ഇതിൻ്റെ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞോട്ടെ. കേരളത്തിൽ, ഇന്ത്യയിൽ മൊത്തത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ, BJP ഒഴിച്ച് പല രാഷ്ട്രീയ പാർട്ടികളും, പ്രതിപക്ഷത്തെ രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവും വളരെയധികം തവണ ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ് വോട്ടേഴ്സ് ലിസ്റ്റിലെ അപാകത, വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഇവിടെ ശ്രീ ജയരാജ് പറഞ്ഞ പോലെ ADR, അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ്, സുപ്രീം കോടതിയെ കൊണ്ട് കേസ് വരെ കൊടുത്തു. ഈ ഇലക്ഷൻ വോട്ടിംഗ് മെഷീൻ ഭയങ്കര കുഴപ്പമാണ്, ഇതിൽ കൈപ്പത്തിക്ക് കുത്തിയാൽ താമരയ്ക്ക് പോകും, താമരയ്ക്ക് കുത്തിയാൽ കൈപ്പത്തിക്ക് വരും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അലിഗേഷനാണ് കൊടുത്തത്. അവസാനം ഇതൊരു നിരന്തരം പരിപാടിയാണ്. അവസാനം സുപ്രീം കോടതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമുക്കിതൊന്ന് പൊളിച്ചെഴുതി പരിശോധിക്കാം. ഈ മെഷീൻ എങ്ങനെയാണ്, ഇതിൻ്റെ ഓരോ പണി എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്, മുഴുവൻ കാര്യങ്ങളും സയൻറ്റിഫിക്കായിട്ട് അവർ പരിശോധിച്ചു കഴിഞ്ഞിട്ട് ADRന് ഇത് മുഴുവൻ കാണിച്ചു കൊടുത്തു. ഇത് ഒരിടത്തിരുന്നും വേറൊരു ഓപ്പറേഷൻ നടത്താൻ പറ്റില്ല. ലക്ഷക്കണക്കിന് മെഷീനുകൾ പല സ്ഥലത്തേക്ക് വിതരണം ചെയ്തിട്ട് അതാത് പ്രദേശങ്ങളിൽ വന്നിട്ട് ആ പ്രദേശത്തെ കാൻഡിഡേറ്റിൻ്റെ മുമ്പ് വെച്ചിട്ടാണ് ഈ പേരും കാര്യങ്ങളൊക്കെ ചേർത്ത് ആ മെഷീൻ തയ്യാറാക്കുന്നത്. ഇത് വേറൊരിടത്തുനിന്ന് മൊബൈൽ വെച്ചിട്ടോ വേറൊരു വിധത്തിലോ ഒന്നും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് സെൽഫായിട്ട് ഇത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ വരുള്ളൂ. ഇതിനകത്ത് അപാകതയ്ക്കുള്ള സാധ്യതകൾ ഒട്ടും തന്നെ ഇല്ല എന്ന് ADRനെ ബോധ്യപ്പെടുത്തി മേലാൽ ഇത്തരം കാര്യം പറഞ്ഞുകൊണ്ട് വരരുതെന്ന് പറഞ്ഞുകൊണ്ട് ഓർഡറായിട്ടുണ്ട്. 2024 ADR വേഴ്സസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു കേസുണ്ട്. അത് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാം. വളരെ വിശദമായിട്ട് എനിക്കൊന്നൊരു 15-20 പേജുള്ള ഒരു ജഡ്ജ്മെൻറ്റാണ്. ജഡ്ജ്മെൻറ്റ് കാണേണ്ടതാണ്. അത് തീർന്നു. ഓർഡർ കഴിഞ്ഞപ്പോഴാണ് അടുത്തത് SIR എന്ന് പറഞ്ഞുകൊണ്ട് വന്നത്. ഞാൻ 5 പ്രാവശ്യം ശ്രീ TN ശേഷൻ്റെ കൂടെ ഈ ഇലക്ഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുകയും പലതും കണ്ടിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം പറഞ്ഞത്, ഈ വോട്ട് ചോരിയൊക്കെ നമ്മളിപ്പോൾ പറയുന്നില്ലേ, അദ്ദേഹം പറഞ്ഞത് വോട്ട് റോബറിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ കാലത്ത് ഈ ബീഹാറിലും UPയിലും മറ്റ് പല സ്ഥലങ്ങളിലും വോട്ട് റോബറിയാണ് നടത്തുന്നത്. അതായത് യാതൊരു ലക്ഷ്യവുമില്ല. ഇപ്പോൾ വോട്ടർ ID കൊണ്ടിരുന്നത് അദ്ദേഹമാണ്. ഈ വോട്ടർ ID TN ശേഷൻ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഈ ആരെ വേണോ അതിനകത്ത് ചേർക്കാം, ഈ ഇഷ്ടം പോലെ പേരെ ചേർക്കുക. എന്നിട്ട് ഈ പേപ്പറാണെങ്കിൽ സമയമാകുമ്പം വേറൊരു പെട്ടി കൊണ്ടുവന്ന് മാറ്റുക, അല്ലെങ്കിൽ ആ എണ്ണം കറക്റ്റായിട്ട് കൊണ്ടുവന്ന് മിക്സ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ഒരുപാട് അനോമലികൾ നടന്നുകൊണ്ടാണ് അദ്ദേഹം സ്ട്രിക്റ്റായിട്ട് പിടിച്ചു, വോട്ടർ ID കൊണ്ടുവന്നേ ഞാനിത് നടത്തുള്ളൂ. നരസിംഹറാവു ആയിരുന്നു പിന്നെ പ്രധാനമന്ത്രി. അദ്ദേഹം പറഞ്ഞു ഇത് ഭയങ്കര ചിലവുള്ള കാര്യമാണ്, വോട്ടർ ID ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വലിയ ബഹളമായിരുന്നു. അവസാനം സുപ്രീം കോടതി വരെ പോയി ഈ പ്രശ്നങ്ങൾ. എന്നിട്ട് അദ്ദേഹം വോട്ടർ ID കൊണ്ടുവന്നിട്ടേ ഇത് നടത്തിയുള്ളൂ. ആ വോട്ടർ ID കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ വിധത്തിലുള്ള കാര്യങ്ങൾ അവസാനം വന്നിപ്പം SIRൻ്റെ കാര്യത്തിൽ ഇതേപോലെ തന്നെയാണ്. വോട്ട് ചോരി വന്നു. ഇപ്പം മമതാ ബാനർജി ഷാളുമൊക്കെ കെട്ടിക്കൊണ്ട് സുപ്രീം കോടതി പോയില്ലേ? സുപ്രീം കോടതി ഇതെല്ലാം പരിശോധിച്ചിട്ട് പറഞ്ഞ് ഇതിനകത്തൊരു പ്രത്യേകം കാണുന്നില്ല, SIRുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോക്കോ, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ മമത പറഞ്ഞ കാര്യങ്ങളും കൂടെ പരിശോധിക്കുക. അതുപോലെ തന്നെ SIRൻ്റെ പ്രവർത്തനത്തിന് നിങ്ങൾ സ്റ്റാഫിനെ കറക്റ്റായിട്ട് വിട്ടുകൊടുക്കുക. അപ്പോൾ 2 സ്ഥലത്തും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി, കൽക്കട്ട ഹൈക്കോടതിയുടെ അടുത്ത് പറഞ്ഞു 2 ജഡ്ജിമാരെയും കൂടെ വെച്ച് കൊടുക്കാൻ. അപ്പോൾ ജാർഖണ്ഡിലെയും ഒറീസയിലെയും 2 ജഡ്ജിമാരെയും കൂടെ വെച്ച് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ. കാരണം ഇത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അസറ്റാണ് ഈ വോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വോട്ടേഴ്സ് ലിസ്റ്റ് പെർഫെക്റ്റ് ആക്കുക അവരുടെ ജോലിയാണ്. ഇത് ചെയ്യുന്നത് ആരാണ്? ഇനി ഞാൻ ഇവിടത്തേക്ക് വരികയാണ്. ഇത് ചെയ്യുന്നത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഓരോ ബൂത്തിലെയും ഓരോ BLOമാരെ നിയമിക്കുകയും BLA, അതായത് രാഷ്ട്രീയ പാർട്ടിയുടെ ഏജൻറ്റിനെയും കൂടെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇവർ രണ്ടും കൂടെ മീറ്റിംഗ് കൂടെ നടത്തിയിട്ടാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കുന്നത്, റഫ് ലിസ്റ്റ് ഉണ്ടാക്കുന്നു. 2 മാസം മുമ്പേ ഈ ലിസ്റ്റ്
പ്രസിദ്ധീകരിച്ചു. അപ്പോഴാണ് നമ്മുടെ രാഷ്ട്രീയക്കാരെല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞു ഇത് അതിനകത്ത് പല അനോമലികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കാം എന്ന് പറഞ്ഞ് ഓരോരുത്തർക്കും ഈ പുറത്താക്കിയവരുടെ മുഴുവൻ ലിസ്റ്റ് കൊടുത്തു. ലിസ്റ്റും കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ പ്രശ്നം പറയുന്നത്. SIRൻ്റെ നടത്തിപ്പിന് ഏറ്റവും കൂടുതൽ സഹകരിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളാണ്. രാഷ്ട്രീയ പാർട്ടികൾ അവരവരുടെ BLOമാരെ വിട്ടിട്ടുണ്ട്. അവരും കൂടെ ചേർന്ന് തയ്യാറാക്കിയ ലിസ്റ്റിൽ അപാകത പറയാൻ അവർക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇപ്പം വേറെ പലതും തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, ഇന്നിപ്പോൾ ലഷ്കറെ ഭീകരൻ വരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന കാലമാണ്. 1 കോടിയോളം ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയവർ ഇവിടെ ഉണ്ട്. ഇന്നലെ തിരുപ്പൂരിൽ നിന്ന് 6 തുണി മില്ലുകാരെ പിടിച്ചു, ബംഗ്ലാദേശികൾ. അവരെ പിടിച്ചപ്പോഴാണ് അറിയുന്നത് അവർക്ക് വ്യാജ വോട്ടർ ID, വ്യാജ പിന്നെ ആധാർ കാർഡും ഒക്കെ ഉണ്ട്. തീർച്ചയായും ഓരോ സംസ്ഥാനങ്ങളുടെയും കാര്യം വ്യത്യസ്തമാണ്. ഇതും കൂടെ പറഞ്ഞോട്ടെ, മാൽഡ എന്ന് പറയുന്നത് ദീദി ഏറ്റവും കൂടുതൽ, മമതാ ബാനർജി ഏറ്റവും കൂടുതൽ പരാതി പറഞ്ഞതാണ് വോട്ടേഴ്സിൽ നിന്ന് പേര് കിട്ടിയെന്ന്. അവിടെയും 2 പേരെ പിടിച്ചിട്ടുണ്ട്. അവരുടെയിലും വ്യാജ ആധാർ കാർഡും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ വോട്ടർ പട്ടികയിൽ കയറിയിട്ടുണ്ടോ എന്ന് നോക്കേണ്ട അവസ്ഥയിലാണ്. കാര്യങ്ങളാണ് നിൽക്കുന്നത്. കേരളത്തിൽ വന്നാൽ കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത്, ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി, പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ, എനിക്ക് നല്ലപോലെ അറിയാവുന്നത് 5 പ്രാവശ്യം വട്ടിയൂർക്കാവിൽ നിന്ന് തന്നെ മത്സരിക്കുകയും 4 പ്രാവശ്യം ജയിക്കുകയും ചെയ്ത M. വിജയകുമാർ വരെ, സ്പീക്കറായിരുന്ന M. വിജയകുമാർ വരെയാണ് ഈ ചർച്ചയ്ക്ക് പോയത്. അദ്ദേഹമാണ് പറഞ്ഞത് ഓരോരുത്തർക്കും അവരവരുടെ വോട്ടേഴ്സ് ലിസ്റ്റ് മാറ്റി അവരുടെ ലിസ്റ്റ് കൊടുക്കണമെന്ന്. അങ്ങനെ ലിസ്റ്റ് വരെ കൊടുത്തിട്ടാണ് ഇതിപ്പോൾ തിരുത്തി വന്നിരിക്കുന്നത്. നമ്മൾ ഒരു കാര്യം മനസ്സിലായി, ഇന്നത്തെ പത്രം എടുത്ത് നോക്ക്, എത്ര പേര് മരിച്ചിട്ടുണ്ട്. ഒരു 100 പേര് പത്രത്തിൽ വരുന്നത് പുറമേ മറ്റനേകം പേര് മരിച്ചു കാണും. ഒരു 10 പേരെ നിങ്ങൾ കൂട്ടിക്കും ഒരു ദിവസം. 10 അല്ല, പത്രങ്ങളെടുത്താൽ 100 പേര് കാണും എല്ലാം കൂടെ എടുത്താൽ. പക്ഷേ 10 പേരെ നമ്മൾ വെച്ച് നോക്കിയാൽ പോലും 30 ദിവസമാകുമ്പോൾ 300 പേരായില്ലേ? ഒരു വർഷമാകുമ്പോൾ 3600 പേരായില്ലേ? കഴിഞ്ഞ 10 വർഷമായിട്ടായ എത്ര പേര് മരിച്ചു? ഈ മരിച്ചവർ മാത്രമോ? 2 ലക്ഷം 3 ലക്ഷം പേരാണ് ഒരു ദിവസം ഒരു വർഷം ഇവിടുന്ന് കുട്ടികൾ മാത്രം, നമ്മുടെ പഠിച്ചിറങ്ങിയ പിള്ളേർ മാത്രം പോകുന്നത് കണക്ക് പറഞ്ഞ് വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നു. അവരൊക്കെ പോയവരുടെ ലിസ്റ്റ് ഇവിടെ കിടപ്പുണ്ട്, അതെല്ലാം തിരുത്തപ്പെടും. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഇതിന് കുറ്റം പറയാത്തതിന്റെ പ്രധാന കാരണം ഇത് ഏതെങ്കിലും മരണം സംഭവിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലും മാത്രമല്ല, വട്ടിയൂർക്കാവോ നിയമവോ കേന്ദ്രീകരിച്ചല്ല, എല്ലാ സംസ്ഥാനത്ത് എല്ലായിടത്തും ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ പുതിയ വോട്ടർമാരുണ്ടാകും എന്നതും അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എന്തുകൊണ്ട് വോട്ടർ കൂടിയില്ല, കൂടിയില്ല എന്നൊരു സംശയം. മലപ്പുറത്ത് കൂടിയത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പരാതി പറയണമല്ലോ. ഇതൊന്നും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. മലപ്പുറത്ത് എനിക്കറിയാം, ലീഗിലെ പ്രവർത്തകർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരെക്കാൾ വളരെ ഷ്രൂഡായിട്ട് അവർ ഓരോ വോട്ടും കൃത്യമായി എണ്ണി കണക്കാക്കി വെച്ചിട്ടുള്ളവരാണ്. അവരവരുടെ പേര് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കൂടിയത്. ഇവിടെ ആരെങ്കിലും ചേർക്കാതുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും BLOമാർ ചോദിച്ചാൽ ഇപ്പോൾ കിട്ടുമല്ലോ. തിരുവനന്തപുരത്തെ ജില്ലാ നേതാവിന്, BJPയുടെ ആയാലും കോൺഗ്രസിൻ്റെ ആയാലും CPMൻ്റെ ആയാലും ജില്ലാ നേതാവിന് അവരുടെ DC ഓഫീസിൽ ഇപ്പോൾ ലിസ്റ്റ് കിട്ടും. കാരണം ഈ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.